നീറ്റ് 2025 ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരു നീറ്റ് ആസ്പിരന്റിന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും മിന്നിമാഞ്ഞൊരു സ്വപ്നമായിരിക്കും എയിംസ് ഡൽഹി. അങ്ങനെ അവരുടെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് നന്ദന വിനോദ്. ഒരു വർഷത്തെ ഇന്റൻസീവ് ആയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് ശേഷം നീറ്റ് 2024 711 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 126 കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കിയാണ് നന്ദന വിനോദ്. അപ്പോൾ നമുക്ക് കൂടുതൽ നന്ദന വിനോദിന്റെ വിശേഷങ്ങൾ അറിയാം. ഹായ് മോളു, എങ്ങനെയുണ്ട് എയിംസ് ഡൽഹിയിലെ വിശേഷങ്ങൾ? ഇപ്പൊ മോള് ഫസ്റ്റ് സെം കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുവാണ്, ഫസ്റ്റ് സെം കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു എയിംസ് ഡൽഹി വിശേഷങ്ങൾ? എൻ്റെ ഡ്രീം കോളേജായിരുന്നു ആദ്യം തന്നെ എയിംസിൽ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോൾ തൊട്ട് എനിക്ക് എയിംസ് ഡൽഹിയിൽ പോകണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഇവിടുത്തെ ഒരു കോച്ചിങ് വെച്ചാണ് എനിക്ക് ശരിക്കും എയിംസ് എത്തിപ്പെടാൻ പറ്റിയത് അവിടെ. അപ്പോൾ ശരിക്കും എക്സ്പെക്റ്റേഷൻസ് അത്ര എത്തിയിട്ടുണ്ട് എയിംസ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ക്യാമ്പസ് ആണെങ്കിലും പറയുകയാണെങ്കിലും ഭയങ്കര സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ക്യാമ്പസാണ്, നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസാണ്. ഞങ്ങളുടെ ഹോസ്റ്റലൊക്കെ ആണെങ്കിലും നല്ല ഫെസിലിറ്റീസും പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പ്രൊഫസേഴ്സൊക്കെ ഏറ്റവും നല്ല പ്രൊഫസേഴ്സൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ ഇഷ്യൂ, ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഇതൊന്നും നമുക്കവിടെ പ്രശ്നമല്ല. ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്ന മീഡിയം ഇംഗ്ലീഷിലാണ് നമ്മൾ ടീച്ചിങ് എല്ലാം പോകുന്നത്. ഫുഡും അങ്ങനെ നമുക്ക് മലയാളികൾക്ക് അവിടെ ഒരു സെപ്പറേറ്റ് മെസ്സുണ്ട്, അല്ലെങ്കിൽ മാറി മാറി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ മെസ്സുകളുണ്ട്. എല്ലാ തരം ഷോപ്പും ഉണ്ട് എയിംസ് ക്യാമ്പസിൽ. മോള് ആദ്യമായിട്ടാണോ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും? അതെ, ഞാൻ ഇത്ര സ്റ്റേ ചെയ്യാനായിട്ട് കേരളത്തിന് പുറത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിരുന്നോ? എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ ശീലം ഉണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ റെസിഡൻഷ്യൽ സ്കൂളിൽ 6th തൊട്ട് 9th വരെ ഞാൻ JNVയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഹോസ്റ്റലിൽ നിന്നുള്ള ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിലും ഞാൻ മേരിഗോൾഡിലാണ് ഒരു വർഷം നിന്ന് പഠിച്ചത്. അപ്പോൾ അങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം എനിക്ക് ഇല്ലായിരുന്നു. പിന്നെ ഫുഡിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. പുറത്തേക്ക് പോവുകയാണ്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ മൊത്തത്തിൽ ഫുഡ് മാറിപ്പോവോ, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പുറത്ത് അങ്ങനെ നിന്നിട്ടില്ല ഞാൻ. അങ്ങനെ ഹോസ്റ്റലിലാണെങ്കിലും എല്ലാം നമ്മൾ കേരളത്തിനകത്തുള്ളതൊക്കെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് യാതൊരു രീതിയിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എല്ലാം ഒരു മലയാളി മെസ്സ് തന്നെയുണ്ട്, നമുക്ക് ചോറും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അതേ ഫുഡ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലും. പിന്നെ അതും ഒരു പ്രശ്നമല്ല. ലാംഗ്വേജ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്ന ടീച്ചിങ് അവരുടെ മീഡിയം ആണെങ്കിലാണ് പ്രശ്നം വരുന്നത്. അതല്ല, നമുക്ക് ഹിന്ദി അല്ല ഇംഗ്ലീഷ് തന്നെയാണ് അവർ അത് പഠിപ്പിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സും എല്ലാവരും തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ബാച്ച്മേറ്റ്സും എല്ലാവരും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. നമുക്ക് അപ്പോൾ അതൊരു പ്രശ്നമല്ല. പിന്നെ നമ്മൾ ഹിന്ദി ഇപ്പോൾ പഠിച്ച് വരുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചെന്നിട്ട് 4-5 മാസമായി. അപ്പം ഹിന്ദി പഠിച്ച് വരുന്നുണ്ട്. ഓൾറെഡി എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. പിന്നെ ഇപ്പം അവരുമായിട്ട് നേറ്റീവ്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ അത് ഇമ്പ്രൂവ് ആകുന്നുണ്ട് ഹിന്ദി. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എയിംസിൽ. സീനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നമുക്ക് മലയാളി സീനിയേഴ്സ് ഉണ്ട് അവിടെ. 2020 ബാച്ച് വരെയുള്ള എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതിന് മുന്നേ ഉള്ള കുറച്ച് പേരുമായിട്ട് നമ്മൾ പരിചയമുണ്ട്. അവിടെ മലയാളി സീനിയേഴ്സിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്. നമ്മൾ അവരെ കേട്ട് നല്ല കമ്പനിയാണ്. അതും പറഞ്ഞ് ബാക്കി സീനിയേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് നമുക്കവിടെ. നമുക്ക് സീനിയേഴ്സാണ് ആക്ച്വലി നമ്മളെ എക്സാമിന്, നമ്മൾക്ക് എല്ലാം പുതിയതല്ലേ, ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, എവിടുന്ന ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിനും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ ആക്ച്വലി സീനിയേഴ്സാണ് നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ബുക്സും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ല നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും ആക്ച്വലി. അപ്പം അതെല്ലാം ഒന്നേന്ന് ഇന്നത് പഠിച്ചാൽ മതി. നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും നമ്മളവിടെ ചെല്ലുമ്പോൾ. ഒരു 10-20 ടെക്സ്റ്റ് ബുക്സ് ഉണ്ടായിരിക്കും. ഇത് ഏത് പഠിക്കണം, എങ്ങനെ തുടങ്ങണം, ഒന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം നമ്മൾ കണ്ടുവന്നതിൽ നിന്നും വളരെ വ്യത്യാസമാണ്. നമ്മൾ ഇത്രയും ഉള്ളൊരു ബുക്കാണ് പഠിച്ചു പോകുന്നെങ്കിൽ നേരെ ഇത്രയാവും. നമുക്ക് അത് പറയുമ്പോഴത്തേനും നമ്മൾ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ പറഞ്ഞു തന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം സീനിയേഴ്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അവിടുത്തെ. അത് അങ്ങനെയാണ് പോകുന്നത്. ലൈക്ക് തൊട്ട് മുന്നത്തെ ബാച്ച് അടുത്ത ബാച്ചുകാർക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഇമ്മീഡിയറ്റ്സ് ആയിട്ടുള്ള സീനിയേഴ്സാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം വളരെ നല്ലൊരു സീനിയേഴ്സിന്റെ സപ്പോർട്ട് നമുക്ക് എയിംസിൽ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഈ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് ഇയർ തൊട്ടാണ്. ഇപ്പം ഫസ്റ്റ് ഇയറിൽ നമുക്ക് നിലവിൽ പ്രാക്ടിക്കൽസും തിയറിയും ഒരുപോലെയാണ് പോകുന്നത്. അതായത് ഓൾമോസ്റ്റ് പകുതി വീതം പ്രാക്ടിക്കൽസ് ഉണ്ടാവും. ഇപ്പം ഫിസിയോളജിയിലൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്കിപ്പം BP നോക്കുക, അബ്ഡോമൻ എക്സാമിനേഷൻസ്, ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ച് പോകുന്നത്. അല്ലാതെ ഡയറക്റ്റ് പേഷ്യൻസ് ആയിട്ട് ഇപ്പം യാതൊരു രീതിയിലുള്ളതും ഇല്ല. സെക്കൻഡ് ഇയർ തൊട്ടേ നമുക്ക് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ മോള് ഇപ്പം അവിടെ ജോയിൻ ചെയ്തിട്ട് 3-4 മാസമായി. ഡിസക്ഷൻ ലാബ് ഒക്കെ കയറിയോ?
എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് അനാട്ടമി എക്സ്പീരിയൻസ് ഒക്കെ? അനാട്ടമി ഡിസെക്ഷൻ കെടാവറിനെ കാണുമ്പോൾ പേടിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നത്. പണ്ട് ഇപ്പം കയറുമ്പോൾ നമുക്ക് തലകറക്കാൻ വരും അങ്ങനെ, പക്ഷെ അങ്ങനെയൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മള് ആദ്യം നമുക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു ഇനേഷ്യ ഉണ്ടായിരുന്നു, നമുക്ക് പിടിക്കാൻ ഒരു പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ അതെല്ലാം സെറ്റായി. നമ്മളിപ്പം ഇതൊക്കെ ഡിസെക്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് നേരെ ലഞ്ചിന് പോകുന്നത്. നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ അത് മാറി. അത് ഫസ്റ്റത്തെ ഒരു 2 തവണത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പേടിക്കാനായിട്ട് ഒന്നുമില്ല അതിൽ. ആദ്യം ഒരു അറപ്പൊക്കെ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അതങ്ങ് പോയി. ഇപ്പം ഒത്തിരി ക്ലാസ്സസ് ആയില്ലേ ഞങ്ങൾക്ക്. വീക്ക്ലി 3 തവണയുണ്ട് ഡിസെക്ഷൻ ഹാളിൽ പോകേണ്ട, DH ഉണ്ട് പ്രാക്ടിക്കൽ. അപ്പോൾ പ്രാക്ടിക്കൽസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അനാട്ടമിയുടെ ഒക്കെ കേസിലാണെങ്കിൽ. ഏറ്റവും കൂടുതൽ DH-ലാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ടൈം അവിടെയാണോ എടുക്കുന്നത്. പ്രാക്ടിക്കൽസിനും തിയറിക്കും ഒക്കെ ഒരേപോലെ ഇമ്പോർട്ടൻസ് പോകുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ നിലവിൽ. നമ്മള് എയിംസിലെ പഠനവിശേഷങ്ങൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് എയിംസിലെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആക്ച്വലി എല്ലാ രീതിയിലും നമ്മൾക്ക് ഫുള്ളായി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും എയിംസിലുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഫുട്ബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, പിന്നെ ജിമ്മുണ്ട്, അങ്ങനെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂള് എയിംസിൽ അടിപൊളിയാണ് ആക്ച്വലി. എയിംസിൽ നമുക്ക് എല്ലാ തരത്തിലും ഇപ്പം ഡ്രോയിങ്, ഡാൻസിങ്, അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെ എല്ലാത്തിനെയും നല്ല രീതിക്ക് ഒരു എന്താ പറയുന്നത്, അവിടെ അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനെ ഇതിൽ തന്നെ സീനിയേഴ്സിനെ നമ്മൾ അവരുമായിട്ട് ചോദിക്കുക. അപ്പം അവർ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. അതായത് നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ടൊരു സ്പോർട്ട് പഠിച്ചെടുക്കണം എന്നുണ്ട്, നമുക്കിപ്പോൾ നിലവിലൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനും. ഇപ്പോൾ ഇപ്പം ഞാനും മഞ്ജിമയും സനവും കൂടിയിട്ട് ഞങ്ങൾ ബാഡ്മിൻ്റൺ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് പഠിക്കാനുള്ളൊരു പരിപാടിയിലാണ് അവിടെ. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്. അവർക്ക് അറിയാമല്ലോ മീൻസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. എല്ലാ സ്പോർട്സിനും വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഡാൻസർ ക്ലബ്ബുണ്ട്, എല്ലാത്തിനും ക്ലബ്ബുകളും ഉണ്ട്. ഇപ്പം ഡ്രോയിങ്ങിന് കോമ്പറ്റീഷൻസ് എല്ലാം അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് അവിടെ അതിനുള്ള ഒരു അവസരം ഉണ്ടെന്ന് മാത്രമല്ല, അവർ അതിനുള്ള കോമ്പറ്റീഷൻസും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും എയിംസ് ഏറ്റവും നല്ല തന്നെയാണ്. അപ്പം പഠിക്കാനും അടിപൊളിയാണ്, ബാക്കി കൾച്ചറൽ ആക്ടിവിറ്റീസോടെ ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ് അല്ലേ? അപ്പം ആഗ്രഹിച്ചൊരു വൈക്കോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പം എയിംസ് ഡൽഹിക്കോടെ വിലസി നടക്കുവാണല്ലോ. അപ്പൊ ബാക്ക് ടു ബ്രില്യന്റ് ഇപ്പൊ വന്നപ്പം നമ്മുടെ ഇവിടെ അടുത്ത ജൂനിയർ പിള്ളേര് എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർക്ക് യൂണിറ്റ് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് ഓൾ യൂണിറ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പം യൂണിറ്റ് എക്സാംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ചാപ്റ്ററുകളും ഒരുമിച്ച് എഴുതാൻ പോവുക. അപ്പൊ മോൾ ഇതുപോലത്തെ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് ആദ്യമായിട്ട് ഓൾ യൂണിറ്റ് എക്സാം എഴുതിയപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഫസ്റ്റ് ടൈം ചെയ്തിരുന്നത്? ഇപ്പം ഞാൻ പ്രിപ്പറേഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും എക്സാംസ് എഴുതി നിൽക്കുന്നവരാണ്, എന്തായാലും നിങ്ങൾക്ക് അറിയാണ്ട് വരില്ല ഒരു കാര്യങ്ങളും. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക. ആദ്യം തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങളൊരു എക്സാമിനെ നിങ്ങൾ ഇപ്പം മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മെയിനായിട്ടും ഈ എക്സാമിനെ ഓരോരോ അടുത്തടുത്ത എക്സാമുകളെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. അതിനുള്ള ടോപ്പിക്സ് കറക്റ്റായിട്ട് പഠിച്ച് പോവുക. ഇനി 3 മാസമുണ്ട്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മുന്നിൽ വരാനുള്ള സമയം ഉറപ്പായിട്ടും ഉണ്ട് ഇനിയും. അപ്പം നിങ്ങളിപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമുലാസ് എല്ലാം റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ പഠിക്കുക. എനിക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാനുള്ള കാര്യം വെച്ചാൽ, നിങ്ങളെ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾ പഠിക്കുന്നതെല്ലാം വെറുതെ ആയി പോകും. നിങ്ങളുടെ സ്ട്രെസ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മാർക്ക് മുന്നോട്ട് വരാനുള്ള കാര്യം. അതാ അപ്പോൾ നിങ്ങൾ അവസാനത്തെ ഒരു മോഡൽ എക്സാം ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുമാതിരി എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവരുടെ എക്സാമിന്റെ ടോപ്പിക്സും ഇവരിടുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ, അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി അത് പഠിക്കുന്ന കുട്ടിക്ക് ആ ടോപ്പിക്കും കൂടെ ക്ലിയർ ആയി പോകുന്ന രീതിയിലായിരിക്കും ഇവർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതി വന്ന നിങ്ങൾക്ക് പിന്നെ അവസാനമുള്ളത് ഈ ഒരു പ്രശ്നം മാത്രമായിരിക്കും. അപ്പൊ നിങ്ങൾ എക്സാം ടൈമിൽ തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻ അറിയത്തില്ല, അത് തെറ്റിപ്പോയി, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതിൽ പാനിക് ആവാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴത്തെ എക്സാമിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് ഇപ്പം മാറി നിങ്ങൾ പഠിക്കുക. ഇപ്പം ബയോളജി ആദ്യം തൊട്ട് എഴുതി നോക്കുന്നവരാണെങ്കിൽ മോഡൽ എക്സാം ടൈമിൽ മാറ്റി ഫിസിക്സ് ഒന്ന് ആദ്യം എഴുതി നോക്കുക. എങ്ങനെയാണുള്ളത് നമ്മൾ ട്രൈ ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. മോഡൽ എക്സാം ടൈമിൽ ഇതെല്ലാം പരീക്ഷിക്കുക. എന്നിട്ട് അവസാനത്തെ എക്സാമിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് തുടങ്ങുക. അഥവാ ഇനി അത് 2-3 അറിയത്തില്ലെങ്കിൽ പോലും
അതിൽ നിന്ന് എങ്ങനെ മാറ്റി വേറൊരു സബ്ജക്റ്റിലേക്ക് മാറാം, ആ ഒരു മീൻസ് അത് മാറുക എന്നുള്ളത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എന്റെ സ്ട്രോങ് സബ്ജക്ട് എനിക്ക് അറിയത്തില്ല, അടുത്തയിലേക്ക് ഞാൻ മാറുക, അതൊരു ബുദ്ധിമുട്ടാണ് ചിലർക്ക്. അപ്പം അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മോഡൽ എക്സാമിന് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടെൻഷൻ ഉള്ളവർ ചെറിയ രീതിക്ക് മെഡിറ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അതായത് പ്രാർത്ഥിക്കുന്നവർ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പിന്നെ എക്സാമിന്റെ കൂൾ ഓഫ് ടൈമിലാണെങ്കിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുക. ആ സമയത്ത് കുറച്ചേരം കണ്ണടച്ച് ബ്രീത് ഇൻ ബ്രീത് ഔട്ട് ഒക്കെ ചെയ്യുക. അന്നേരം മാക്സിമം റിലാക്സ്ഡ് ആയിരിക്കുക. ആ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പേടി തോന്നരുത്, ക്വസ്റ്റ്യനോട് പേടി തോന്നരുത്. എങ്കിൽ നിങ്ങൾ പഠിച്ച സാധനം നിങ്ങൾക്ക് മനസ്സിൽ വരത്തില്ല. നമ്മൾ പഠിച്ച സാധനം നമുക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ മൈൻഡ് കൂൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത് പറ്റത്തില്ല. അപ്പൊ അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങളുടെ ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം, അതിന് നിങ്ങൾക്ക് ജോസഫ് സാറ്, സ്റ്റീഫൻ സാറ്, നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. നമ്മുടെ ടീച്ചേഴ്സൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഞാനൊക്കെ ഏത് നേരവും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമായിരുന്നു. പ്രശ്നമുള്ള സമയത്തും എന്തുണ്ടെങ്കിലും ഇവരുടെ അടുത്ത് വന്ന് പറയാം. നമ്മളെ കഴിഞ്ഞും എന്തായാലും ഇവർക്ക് അറിയാം. മിസ്സിനൊക്കെ ആണെങ്കിൽ അറിയാം, മിസ്സിൻ്റെ അടുത്തൊക്കെ വന്ന് നിങ്ങൾ സംസാരിക്കാം. എന്തായാലും നമ്മളെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ അടുത്ത് വന്ന് കാര്യം പറയാം. ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു 10 സൊല്യൂഷൻസ് അവരുടെ അടുത്ത് ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്. അപ്പൊ ഇവരെ എപ്പോഴും ഇവരുമായിട്ട് എപ്പോഴും അവർ കോണ്ടാക്റ്റിൽ നിൽക്കുക, എക്സാമിന്റെ സമയത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും പറ്റും. ഇവരുടെ ഒരു പ്രിപ്പറേഷൻ അങ്ങനെയാണ്, നിങ്ങളെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. സോ ഇന്ന് നന്ദനയോടൊപ്പം നന്ദനയുടെ പേരൻസും നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. നന്ദനയുടെ ഫാദർ ബിനോദ്, അമ്മ സുബി. അപ്പം അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ പേരൻസിനോടാണ്. അപ്പൊ ഇവിടെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് ഒക്കെ നടക്കുവാണ്. അപ്പം കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ച ഒരു സ്കോറിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് അത്ര ഒരു എഫേർട്ടിന് മാർക്ക് കിട്ടുന്നില്ല. അപ്പം അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ടെൻഷനും ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. അത് അൾട്ടിമേറ്റ്ലി അഫക്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ പേരൻസ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാത്ത കുറെ അധികം പേരൻസ് ഉണ്ട്. അപ്പം നന്ദന ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കഴിഞ്ഞ വർഷം കടന്നു പോയതാണ്. അപ്പം എങ്ങനെയാണ് ആസ് എ പേരന്റ് നന്ദനെ സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് സാധിച്ചത്? ടെൻഷൻ വളരെ വലുതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ടീച്ചേഴ്സൊക്കെ കുറേ അഡ്വൈസൊക്കെ കൊടുത്ത് ചെറിയ മെഡിറ്റേഷന് കാര്യങ്ങൾ കേട്ട് ടെൻഷൻ കുറയ്ക്കാനുള്ള കുറേ മെത്തേഡുകൾ അവർ പറഞ്ഞു കൊടുത്തായിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പഠിക്കുന്നതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ടെൻഷൻ വളരെ പ്രശ്നമായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന എക്സാംസ് ഉണ്ടല്ലോ, ഇവിടെ തന്നെ മോഡൽ എക്സാം, അതായത് നീറ്റ് എക്സാമിൻ്റെ തൊട്ടടുത്ത ദിവസം വരെ ഇവിടെ കണ്ടിന്യൂസ് എക്സാം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പരിധി വരെ ടെൻഷൻ കുറയ്ക്കാനും, അതായത് പല ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള എക്സാം, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള എക്സാമുകളെല്ലാം കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഇവർക്ക് അതുമായിട്ട് വളരെ അഡ്ജസ്റ്റായി പോയിട്ട് എക്സാം ഹാളിൽ ചെല്ലുമ്പോഴത്തേന് ഈ ടച്ചൊന്നും വിട്ടുപോകാതെ, അതായത് പരീക്ഷയുടെ ടച്ചൊന്നും വിട്ടുപോകാതെ തന്നെ എക്സാമിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റിയതുകൊണ്ട് ടെൻഷൻ അടിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലെന്ന് വേണം പറയാൻ. കണ്ടിന്യൂസ് ഉള്ള എക്സാം അതുപോലെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പായിട്ട് ഈ എക്സാമിന് മുമ്പാണ് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകുമെന്നുള്ള പേടികൊണ്ടൊരു ടെൻഷനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ടീച്ചേഴ്സൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളും പറയുന്ന രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അഡ്വൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു എക്സാമിന് ഇപ്പം പ്രതീക്ഷിച്ച അത്ര മാർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് നന്ദനയ്ക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അടുത്ത എക്സാമിനൊന്ന് മാർക്ക് കൂടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നു? അത് നമ്മളെക്കുറിച്ച് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ഒരു 700 പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെ കിട്ടി, അതിന് മേലിൽ തന്നെ കിട്ടി. ടെൻഷൻ മാത്രം ഉണ്ടായിരുന്നു നമുക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. അത് പഠിക്കുന്ന കാര്യത്തിലൊന്നും വീടടുത്താണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടേ ഇല്ല, വളരെ അപൂർവമായിട്ട് വീട്ടിൽ വരാറുള്ളായിരുന്നു. ഹോസ്റ്റലിൽ തന്നെ ഇന്ന് ക്ലാസ്സുകളൊന്നും ഒരു എക്സാം പോലും വിടാതെ തന്നെ ഇവിടെ മോഡൽ എക്സാമൊക്കെ ആണെങ്കിലും എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് മാക്സിമം എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ വിജയത്തിന് പിന്നിൽ അതാണെന്ന് തോന്നുന്നു. അപ്പം നന്ദന ചെറുപ്പം മുതലേ MBBS എന്ന് പറഞ്ഞൊരു സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. പ്ലസ് വണ്ണിലും ഇല്ലായിരുന്നു, അങ്ങനെ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണമെന്നൊന്നും ഇല്ലായിരുന്നു. +2 ആയപ്പോഴാണ് നീറ്റ് എഴുതണമെന്ന് തീരുമാനിച്ചത്. അന്നേരം +2 ഇവിടെ ക്രാഷിൽ ചേർന്നപ്പം 505 മാർക്ക് കിട്ടി. ഹോസ്റ്റലിൽ തന്നെ പഠിക്കണം നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെ നിർത്തിയത്. ഞങ്ങളുടെ വീട് പൊൻകുന്നമാണ്, അപ്പോൾ ശരിക്കും പോയി വരാനുള്ള ദൂരം ഉള്ളായിരുന്നു. പിന്നെ ആദ്യം വെക്കേഷനൊന്നും ആദ്യത്തെ ഒരു ഓണത്തിൻ്റെ വെക്കേഷൻ മാത്രമേ അവൾ വീട്ടിൽ വന്നുള്ളൂ. ബാക്കി എല്ലാ വെക്കേഷനും ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡും കൊടുത്ത് ഇവിടെ വന്ന് കാണുമായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ മോഡൽ എക്സാമിനൊക്കെ ലാസ്റ്റത്തെ ഒരു മാസം ഫുൾ എക്സാം ആയിരുന്നു. എക്സാമിനൊക്കെ നല്ല ടെൻഷനായിരുന്നു. എന്നെ ആയിരുന്നു വിളിക്കുന്നത് വൈകുന്നേരം. അപ്പോൾ വിളിക്കുമ്പം എക്സാമിന് വെച്ചാൽ എല്ലാ എക്സാമിനും തന്നെ ഒരു 680 മാർക്കിൽ കൂടുതലുണ്ടായിരുന്നു ഫുൾ എക്സാമിന്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു എവിടെയെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇവൾക്ക് ഒരെണ്ണം തെറ്റിയാലും ഇവൾക്ക് വിഷമമാണ്. ഒരെണ്ണം മാറിപ്പോയി, ഒരെണ്ണം തെറ്റിപ്പോയി, എല്ലാ എക്സാമിനും പ്രശ്നങ്ങളായിരുന്നു, ഓരോരോ പ്രശ്നങ്ങൾ.
അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാരമില്ല, നമുക്ക് എന്തായാലും എത്ര മാർക്ക് ഉണ്ടല്ലോ, 680 മാർക്കിന് മണ്ടലോട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കിട്ടും, ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് കിട്ടും എന്നുറപ്പായിരുന്നു. മോഡൽ എക്സാമിന് ഫുള്ള് ഓരോരോ അബദ്ധങ്ങൾ പറ്റി അവസാനം എന്തായാലും നീറ്റിനൊരു അബദ്ധവും പറ്റിയില്ല. ഞങ്ങളതായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ എയിംസ് ഡൽഹി കിട്ടിയത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കൊച്ചു ഹാപ്പിയാണ്. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഹോസ്റ്റലൊക്കെ ആണെങ്കിലും അടിപൊളി, ഒരു വിഷമങ്ങളൊന്നുമില്ല ഇവർക്ക്. 3 പേരുടെ സ്ഥാനമുണ്ട്, പിന്നെ മഞ്ചിമയുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പം നമുക്ക് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന ജീവിതത്തേക്കാൾ കൂടുതൽ അവിടെ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത, കാരണം കുഴപ്പമൊന്നുമില്ല, എക്സാമിന് ടൈമിൽ പഠിച്ചാൽ മതി. മോളുടെ ഈ എൻട്രൻസ് ജേർണിയിൽ ബ്രില്യൻറ്റ് എന്തുമാത്രം സപ്പോർട്ട് ചെയ്തിരുന്നു? ശരിക്കും ഇവളുടെ മിസ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ഇവള് എന്തെങ്കിലും ചെറിയ വിഷയങ്ങളുണ്ട്, ചില ദിവസം പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നതിലും കൂടുതൽ മിസ്സിനെ വിളിച്ച് മിസ്സ് അവളെയും കൊണ്ട് ഇറങ്ങി വെളിയിലൊക്കെ പോയി കാപ്പിയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് മിസ്സ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ കറക്റ്റായിട്ട് അവൾ ആദ്യം മുതൽ തന്നെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പം ക്രാഷിന് പോയ അനുഭവം അറിയാമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഇവിടെ കൂടെയുള്ള പിള്ളേർ നല്ലതായിട്ട് എല്ലാം നോട്ടൊക്കെ എഴുതി, ഇക്വേഷൻ ബുക്ക് അങ്ങനെയുള്ള എല്ലാം കറക്റ്റായിട്ട് എല്ലാം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം മുതൽ ഇവിടെ ക്ലാസ് തുടങ്ങി ആദ്യത്തെ ബാച്ചിൽ തന്നെ ചേർന്നു. പിന്നെ ടെൻഷൻ എന്തായാലും ഉണ്ട്. ടെൻഷൻ കാരണം ഇവർ പകുതിയും തെറ്റിക്കുന്നത്. എക്സാം എളുപ്പമായിരിക്കുമല്ലോ, പക്ഷേ ടെൻഷൻ കാരണം ഒരെണ്ണം തെറ്റിപ്പോയാലും ഇവർക്ക് ഭയങ്കര വിഷമമാണ്. നമ്മളെ കൂടെ വിഷമിപ്പിക്കും ഇവർ. സാരമില്ല എന്ന് പറഞ്ഞാലും ഇവർ ആ 4 മാർക്കല്ല 5 മാർക്കല്ലേ പോയുള്ള മോനെ സാരമില്ല, ഇനിയും നീറ്റിന് ശരിയാക്കിയാൽ മതി എന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓരോ എക്സാം കഴിയുന്തോറും ഒരെണ്ണം തെറ്റിപ്പോയാൽ പിന്നെ ഫോൺ വിളിക്കുമ്പോൾ സൗണ്ട് ഇല്ല, അങ്ങനെ ടെൻഷനാണ് അത്. അങ്ങനെ അപ്പം ഫൈനലി ഇപ്പം നമുക്ക് കുറേ അധികം സ്റ്റുഡൻസ് എക്സാം ഫേസ് ചെയ്യാൻ പോവുകയാണ്, 2025 നീറ്റ് എക്സാം. അപ്പോൾ അവർക്ക് വേണ്ടി അൾട്ടിമേറ്റ്ലി പറഞ്ഞു കൊടുക്കാൻ എന്താണുള്ളത്? എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക, നല്ലൊരു എക്സാം തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബാക്കിയൊക്കെ ഉറപ്പായിട്ടും പറ്റും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്പുകളാണ് മോള് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നത്. അപ്പം അതെല്ലാം അവരുടെ ലൈഫിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റട്ടെ. ഇനി മോളുടെ അങ്ങോട്ടുള്ള ഭാവി ജീവിതം വളരെ കളർഫുൾ ആവട്ടെ. ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച സ്വപ്നം കണ്ട വൈറ്റ് കോട്ട് നേടിയെടുത്തു. ഇനി MBBS ജേർണി ഹാപ്പി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ ഫാമിലി ആയിട്ട് പ്രൗഡായിട്ട് എല്ലായിടത്തും വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.